സന്തോഷത്തോടും അതിലേറെ കൃതജ്ഞത നിറഞ്ഞ കടപ്പാടോടും കൂടിയിട്ടാണ് ഞാൻ അൽഫോൻസമ്മയുടെ ഈ തിരുനാളിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഇടവകപ്പള്ളിയായിട്ടുള്ള ഭരണങ്ങാനം ഫൊറോന പള്ളിയിലെ അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം തേടി ഈ പരിശുദ്ധ കുർബാന ഞാൻ അർപ്പിക്കുന്നത്. ഈ പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ നിയോഗം നമ്മുടെ സഭയുടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൗരസ്ത്യ സഭകളിലെ ആൾബലം കൊണ്ടും സംഘടിത ശക്തി കൊണ്ടും മിഷണറി പ്രവർത്തനങ്ങളുടെ വലിയ സാധ്യത കൊണ്ടും ഏറ്റവും വലിയ സഭ നമ്മുടെ സിറോ മലബാർ സഭയാണ്. അൽഫോൻസമ്മ സിറോ മലബാർ സഭയ്ക്ക് സ്വർഗത്തിലേക്കുള്ള കോവണിയാണ്. സ്വർഗത്തിലെ കോവണി നമുക്കറിയാം രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഇറക്കുന്ന ദൈവത്തിൻ്റെ കോവണി. രണ്ട്, നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനകളും സ്വർഗത്തിലേക്ക് കയറ്റുന്ന ദൈവത്തിൻ്റെ കോവണി. ഞാൻ അൽഫോൻസമ്മയോട് ഇന്ന് വരെ പ്രാർത്ഥിച്ച ഒരു കാര്യവും എനിക്ക് കിട്ടാതെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അൽഫോൻസമ്മയുടെ കബറിടം വന്ന് കാണുകയും ഇവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അനിതര സാധാരണമായിട്ടുള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ കിട്ടാറുണ്ട്. അൽഫോൻസമ്മ നമ്മുടെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. അൽഫോൻസമ്മയോട് നിങ്ങൾ പറഞ്ഞാൽ ഒട്ടും വൈകാതെ നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനകളും അൽഫോൻസമ്മ തമ്പുരാന്റെ സന്നിധിയിൽ എത്തിക്കുമെന്ന് എനിക്കുറപ്പാണ്. ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യവും എനിക്ക് ഇതുവരെ കിട്ടാതെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അൽഫോൻസമ്മയുടെ ഈ കബറിടത്തിൽ ഞാൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങളുടെ നിയോഗങ്ങൾ, നമ്മുടെ വൈദികരുടെയൊക്കെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മുടെ സന്യാസ സമൂഹങ്ങളുടെ അനവധിയായിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഇതെല്ലാം ഞാൻ ഇവിടെ ഈ കുർബാനയിലെ കാസിയിലും പിലാസയിലും ചേർത്ത് വെച്ചുകൊണ്ട് അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം വഴി കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അൽഫോൻസമ്മ മരിച്ചത് 36-ാമത്തെ വയസ്സിലാണ്. അങ്ങനെ മരിക്കാൻ മാത്രമൊന്നും പ്രായമായിട്ടില്ലായിരുന്നു. അൽഫോൻസമ്മ ഒരു അധ്യാപികയായിരുന്നു. പക്ഷേ കൂടുതൽ കാര്യമായിട്ട് പഠിപ്പിക്കാൻ ആരോഗ്യസ്ഥിതി അനുവദിച്ചിട്ടില്ല. പക്ഷെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെക്കാൾ കുട്ടികൾക്ക് കാണാനും തൊടാനും പ്രാർത്ഥനാ സഹായം ചോദിക്കാനും ഇഷ്ടമുണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട കന്യാസ്ത്രീയായിരുന്നു അൽഫോൻസമ്മ. അൽഫോൻസമ്മയ്ക്ക് വീട്ടുകാർ കൊടുത്ത നല്ല മിടുക്കമുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു പേരുണ്ട്.
ആ പേര് നമ്മൾ മാറ്റിയതാണ് വിശുദ്ധിയായപ്പോൾ. അൽഫോൻസമ്മയുടെ സത്യത്തിലുള്ള പേര് അന്നംകുട്ടി എന്നാണ്. ഞാൻ ആ പേരിന് ഒരുപാട് അർത്ഥമുണ്ട്. അൽഫോൻസമ്മ മരിക്കുമ്പോഴും കൊച്ചു ത്രേസ്യയെ പോലെ കുട്ടിത്തത്തിൻ്റെ നൈർമല്യവും വിശുദ്ധിയും അൽഫോൻസമ്മ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അന്നംകുട്ടി. അൽഫോൻസമ്മയുടെ മരണത്തിലെ അൽഫോൻസമ്മയുടെ ശവസംസ്കാര കർമ്മത്തിലെ ചരമപ്രസംഗം പറഞ്ഞത് റോമുളുസ് അച്ഛനാണ്. അദ്ദേഹം പ്രസംഗമധ്യേ പറഞ്ഞു, നമ്മളൊരു പാവപ്പെട്ട കന്യാസ്ത്രീയുടെ മൃതസംസ്കാരത്തിൽ സംബന്ധിക്കുകയാണ്. പക്ഷെ കാലം കാത്തുവച്ചിരിക്കുന്ന ഒരു വലിയ സ്വപ്നമുണ്ട്. ഈ പാവപ്പെട്ട കന്യാസ്ത്രീ നമ്മുടെ സഭയിലെ അൾത്താരയിൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധിയായിട്ട് തീരും. റോമുളുസച്ചൻ എത്ര ഭാഗ്യവാനാണ്! എത്ര പ്രവാചകതുല്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ആരും അറിയപ്പെടാതെ ഇവിടെ നടക്കുന്ന ശവസംസ്കാരം. ഞാനിങ്ങനെ ചിലപ്പോൾ വിചാരിക്കും, ചിലപ്പോഴൊക്കെ സഭയ്ക്ക് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? അന്ന് ക്ലേരമടക്കാർക്ക് ഈ അമ്മയെ കുഴിച്ചിടാൻ കല്ലറയില്ലായിരുന്നു. ഫൊറോനാപ്പള്ളിയിലെ കല്ലറ പണിതിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് ഈ ഫൊറോനാപ്പള്ളിക്ക് അൽഫോൻസായുടെ കബറിടം ഇവിടെ സാധിച്ചിരുന്നുവെങ്കിൽ ഇവിടെ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് മഠത്തിലോട്ട് പോകേണ്ടി വരുമായിരുന്നേനെ. അല്ല, അവർക്ക് സങ്കടമൊന്നുമില്ല കേട്ടാ, അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരാണ് എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നത്. അൽഫോൻസമ്മ കന്യാസ്ത്രീയാകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്കറിയാം അൽഫോൻസമ്മയുടെ അമ്മ മരിച്ചു പോയിരുന്നു. അൽഫോൻസമ്മയുടെ അമ്മയുടെ സഹോദരിയാണ് അൽഫോൻസയെ വളർത്തിയത്. മോളെ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്തിനാ നീ കന്യാസ്ത്രീയാകാൻ പോകുന്നത് എന്ന് ചോദിച്ചത്രേ. ആ ചോദ്യത്തിന് കൊടുത്ത മറുപടി എൻ്റെ മനസ്സിൽ അൽഫോൻസമ്മയുടെ വലിയ ദൂരക്കാഴ്ചയ്ക്ക് ഏറ്റവും വലിയ അടയാളമാണ്. അൽഫോൻസമ്മ അമ്മയുടെ സഹോദരിയോട് പറഞ്ഞു, വല്യമ്മച്ചി, ഞാൻ മഠത്തിൽ പോകുന്നത് ഒരു വിശുദ്ധയാകാനാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഞാൻ മഠത്തിൽ പോകുന്നത് ഒരു വിശുദ്ധയാകാനാണ്. അത് വച്ചിട്ടാണ് റോമുളുസച്ചൻ അൽഫോൻസമ്മ മരിച്ചപ്പോൾ എല്ലാവർക്കും സങ്കടമായിരുന്നു. വളരെ ചെറുപ്പമായൊരു കന്യാസ്ത്രീ, വളരെ സാധ്യതയുള്ളൊരു കന്യാസ്ത്രീ മരിച്ചപ്പോഴെല്ലാവരും കണ്ണുനീരും കരച്ചിലും സങ്കടവും പ്രലാപവുമായിരുന്നപ്പോഴും റോമുളുസച്ചൻ അന്ന് പറഞ്ഞു, നിങ്ങൾ കരയരുത്, ഇത് കണ്ണുനീരെ ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ മഴയാക്കി മാറ്റും. റോമുളുസച്ചന്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രവചനം എത്ര മനോഹരമായിരുന്നു! അൽഫോൻസമ്മയെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, സഭയുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മുഴുവൻ സ്വർഗീയ മധ്യസ്ഥയായിട്ടുള്ള ലിസ്യുവിലെ കൊച്ചു ത്രേസ്യയുടെ ഒരു പകർപ്പാണ് വിശുദ്ധിയായ അൽഫോൻസ. ഞാനതുകൊണ്ട് പറയും, കേരളത്തിലെ സിറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ ലിസ്യു ആണ് ഭരണങ്ങാനം.
ആ ലിസിയുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് പകരക്കാരത്തിയാണ് വിശുദ്ധയായ അൽഫോൻസമ്മ. അൽഫോൻസമ്മയുടെ സങ്കടങ്ങളിലെ, അൽഫോൻസമ്മയുടെ ബുദ്ധിമുട്ടുകളിലെ, അൽഫോൻസ നേരിട്ട വലിയ വെല്ലുവിളികളുടെ നടുവിലെ അൽഫോൻസമ്മ ചൊല്ലിയുന്ന ഒരു സുഹൃതജപമുണ്ട്. ഞാൻ ആ സുഹൃതജപം ഒന്ന് ഓർത്ത് പറയാണ്. എൻ്റെ ഈശോയെ, നിന്റെ ഹൃദയത്തിലെ മുറിവുകളിൽ എന്നെ നീ ഒളിപ്പിക്കണമേ. ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണിത്. സങ്കടങ്ങളുടെ നടുവിലെ, സംഘർഷങ്ങളുടെ നടുവിലെ, മനസ്സ് വേദനിക്കുമ്പോഴൊക്കെ അൽഫോൻസ അമ്മ ചൊല്ലിയ മനോഹരമായിട്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഞാനും പലപ്പോഴും ജീവിതത്തിൽ അൽഫോൻസമ്മയുടെ കടമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയെ, നിന്റെ തിരുഹൃദയത്തിൻ്റെ തിരുമുറിവിൽ എന്നെ നീ ഒളിപ്പിക്കണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 3 തുടങ്ങി 23 തുടങ്ങി 5 വരെയുള്ള വചനങ്ങൾ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സഹനങ്ങളിൽ നമ്മെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ സഹനങ്ങള് കർത്താവ് ഇറങ്ങി വരുന്ന പന്തക്കുസ്തായുടെ കോവണിയാണ്. ഇത്ര മനോഹരമായിട്ടുള്ളൊരു ചിന്തയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്നൊക്കെ സങ്കടങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും ഒറ്റപ്പെടലിലൂടെയും കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾ ഓർമ്മിക്കണം, യഹൂദന്മാരെ ഭയപ്പെട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ സിയോൻ മാളികയിലെ ഒളിച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്കാണ് കർത്താവിന്റെ പന്തക്കുസ്ത ഇറങ്ങിയത്. അൽഫോൻസം അതുകൊണ്ട് പറയാറുണ്ട്, സങ്കടങ്ങളും സംഘർഷങ്ങളും നമ്മുടെ പ്രസവവേദനയാണ്. കർത്താവിനെ പ്രസവിക്കാൻ നമുക്ക് ദൈവം നൽകുന്ന വലിയ ഒരു അവസരത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സംഘർഷങ്ങളും. പരിശുദ്ധാത്മാവ് നമ്മിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ഇറങ്ങി വരുന്ന കോവണിയാണ് നമ്മുടെ വേദനകള്, നമ്മുടെ മുറിവുകള്, നമ്മുടെ സങ്കടങ്ങള്. 1986 ഫെബ്രുവരി മാസം 8-ാം തീയതി ജോൺ പോൾ II മാർപ്പാപ്പ അൽഫോൻസമ്മയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ 12-ാം തീയതി അൽഫോൻസമ്മയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. അൽഫോൻസമ്മ നമ്മെ പഠിപ്പിക്കുന്ന 3 കൊച്ചു കാര്യങ്ങൾ അല്ല, അൽഫോൻസമ്മയുടെ വലിയ കാഴ്ചപ്പാടുകൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ എനിക്ക് താല്പര്യമുണ്ട്. സഹനങ്ങള് ഒരു ശിക്ഷയല്ല, കർത്താവിനോട് ചേർക്കപ്പെടാനുള്ള കർത്താവിൻ്റെ മുള്ളരിഞ്ഞാണമാണ്. എന്നൊക്കെയാണോ സങ്കടങ്ങൾ, സംഘർഷങ്ങൾ നമ്മെ മതിക്കുന്നത്, നമ്മെ ഭയപ്പെടുത്തുന്നത്, നമ്മെ തളർത്തുന്നത്, നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങളുടെ സങ്കടങ്ങളും സംഘർഷങ്ങളും നിങ്ങൾക്കൊരു പ്രസവവേദനയാണ്. കർത്താവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാനുള്ള പ്രസവവേദന, കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാനുള്ള വലിയ ഒരവസരം. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരോടും, എന്നെ ഓൺലൈനിൽ കാണുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംഘർഷങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ പിടിച്ചെടുത്ത കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിങ്ങൾ ഓർത്തേക്കണം, നിങ്ങളെ തമ്പുരാൻ മറന്നിട്ടില്ല. തമ്പുരാൻ നിങ്ങളുടെ മുകളിലെ പന്തക്കുസ്ത ഇറക്കാനായിട്ട് നിങ്ങളെ ഉപയോഗിക്കുന്നു. നിങ്ങളെ മറന്നതല്ല,
തമ്പുരാൻ നിങ്ങളിലേക്ക് തൻ്റെ പന്തക്കുസ്തായെ ഇറക്കാനായിട്ട് കാത്തിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളുടെ വേദനകളിലും ദുഃഖങ്ങളിലും ഒക്കെ നമുക്ക് കൂട്ടുപങ്കാളിത്തമുണ്ട്. നമ്മളാരും ഒറ്റയ്ക്ക് സഹിക്കുന്നില്ല. നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിൽ അത് രക്ഷാകരമായ ഏതൊരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ദൗത്യം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവർക്കുള്ള ഒരു വലിയ സമ്മാനത്തിൻ്റെ ചിട്ടായിരിക്കാം. അൽഫോൻസമ്മ തൻ്റെ സങ്കടങ്ങളെ മുഴുവൻ കണ്ടത് അങ്ങനെയാണ് അൽഫോൻസമ്മ കണ്ടത്. ഞാൻ അജപാലന ശുശ്രൂഷയിൽ ഇരിക്കുമ്പോഴൊക്കെ കുടുംബ സന്ദർശനത്തിന് ചെല്ലുമ്പോഴും ചില സ്ത്രീകൾ, അമ്മമാര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്, ഭർത്താവ് മദ്യപാനിയാണ്. വലിയ സങ്കടമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അവരോട് ഭർത്താവിനെ ഉപേക്ഷിക്കണമെന്ന് പറയാറില്ല. ഞാൻ അവരോട് പറയാറുണ്ട്, ഈ സംഘർഷങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടാൻ ദൈവം താഴോട്ടിറക്കിയ കോവണിയാണ്. അതുകൊണ്ട് സങ്കടങ്ങളും സംഘർഷങ്ങളും എൻ്റെ ജീവിതത്തെ തളർത്തുകയല്ല, എൻ്റെ ജീവിതത്തെ കുറെ കൂടെ ഭംഗിയാക്കാൻ, കുറെ കൂടെ ശാക്തീകരിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. അൽഫോൻസമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് റോസാപ്പൂവാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം മുള്ളുള്ള ചെടിയിലാണ് എന്തുണ്ടാകുള്ളൂ? റോസാപ്പൂവ് ഉണ്ടാകുള്ളൂ. മുള്ള് ഉള്ള ചെടിയിലാണ് റോസാപ്പൂ ഉണ്ടാകുന്നത്. എവിടെയാണോ സഹനമുള്ളത് അവിടെയാണ് റോസ വിരിയുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമായിട്ട്, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു കോവണിയായിട്ട്, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ താഴോട്ടിറക്കുന്ന കോവണിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വചനം പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. ഒരു സ്ത്രീയുടെ പ്രസവ വേദന ലോകത്തിലെ ഏറ്റവും ദാരുണമാണെന്നാണ് പറയുന്നത്. പക്ഷേ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ, ജീവന്റെ വിളി, അത് കേട്ടാൽ അമ്മയുടെ വേദന പിന്നെ മരുന്നൊന്നും വേണ്ട, അമ്മയുടെ വേദന തീർന്നു. ഓർക്കുക, സഹനങ്ങള് ശിക്ഷയല്ല, സഹനങ്ങൾ രക്ഷയ്ക്കുള്ള വലിയ അവസരമാണ്. അൽഫോൻസമ്മയ്ക്ക് ശേഷം നമ്മുടെ സഭയിൽ വന്ന വലിയൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. അൽഫോൻസമ്മ മരിച്ചതിന് ശേഷം ഈ സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ നടുവില് അൽഫോൻസമ്മ മരിച്ച ശേഷം നമ്മുടെ സഭയിലുണ്ടായ വലിയൊരു മാറ്റമുണ്ട്. അതിലൊന്നാമത്തെ മാറ്റമാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. എത്രയോ മിഷണറിമാരെയാണ് നമ്മള് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. ഒരു ചെറിയ സഭയാണ് നമ്മള്. കേരളം മറ്റു സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയൊരു സംസ്ഥാനമാണ്. ഇവിടുത്തെ കത്തോലിക്ക വിശ്വാസികള് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ്. പക്ഷെ നമ്മളോളം മിഷണറിമാരെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും അയച്ചിട്ടുള്ള മറ്റൊരു സഭയില്ല. ലത്തീൻ സഭയ്ക്ക് വേണ്ടിയും മലങ്കര സഭയ്ക്ക് വേണ്ടിയും അതുപോലെ എല്ലാ രാജ്യങ്ങളിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മിഷണറിമാരെ നൽകാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അൽഫോൻസമ്മ പറയുന്നത്, മുള്ളുകൾ ഉള്ളിടത്താണ് മനോഹരമായിട്ടുള്ള റോസാപുഷ്പം വിരിയുന്നത്. കണ്ണുനീരുള്ളിടത്ത്, സങ്കടമുള്ളിടത്ത്, സംഘർഷമുള്ളിടത്ത്, ബുദ്ധിമുട്ടുള്ളിടത്ത് നിങ്ങൾ വിചാരിക്കും ദൈവം നിങ്ങളെ മറന്നെന്ന്.
നിങ്ങൾ വിചാരിക്കും ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചെന്ന. അല്ല, അതൊരമ്മയുടെ ഉദരത്തിലെ ശിശു പുറത്തു വരാനായിട്ട് അമ്മ അനുഭവിക്കുന്ന പ്രസവ വേദനയ്ക്ക് തുല്യമായിട്ട് നിങ്ങൾ കാണുക. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കുറേ കൂടെ ഊർജ്ജസ്വലപ്പെടുത്തേണ്ടതുണ്ട്. ഞാനിങ്ങനെ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്, പാലാരൂപതയിൽ നിന്നുമാത്രം ദൈവവിളികളുണ്ടായി. ആ ദൈവവിളികൾ എന്തുമാത്രം സ്ഥലത്ത് മിഷൻ പ്രവർത്തനത്തിന് കാരണമായി. എന്നാൽ ഇന്ന് നമുക്ക് പഴയതുപോലെ ദൈവവിളികൾ ഉണ്ടാകുന്നില്ല. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ആളുകളെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അൽഫോൻസമ്മയുടെ തിരുനാൾ കൊണ്ടാടുമ്പോഴും ഞാൻ ഈ അൾത്താരയിൽ അപ്പവും വീഞ്ഞും ഉയർത്തുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, അൽഫോൻസമ്മ സ്വർഗത്തിൽ ഞങ്ങൾക്ക് മധ്യസ്ഥയാകണേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളികൾ ഉണ്ടാകണം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മിഷണറിമാരുണ്ടാകണം. ഞങ്ങളെല്ലായിടത്തും നിന്റെ സഭയ്ക്ക് വേണ്ടി മിഷൻ പ്രവർത്തനത്തിന് പോകാൻ, ആൾബലമുണ്ടാകാൻ, ഞങ്ങൾക്ക് അതിന് സന്മനസ്സുണ്ടാകാൻ നീ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അൽഫോൻസമ്മ നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? അത് നമ്മുടെ കത്തോലിക്ക വിശ്വാസം തളരാതെ തകരാതെ സൂക്ഷിക്കാൻ അമ്മ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ എത്രയോ മാതൃകായോഗ്യമായിട്ടുള്ള വലിയ പാരമ്പര്യങ്ങളുണ്ട്. ഞാൻ പരിശുദ്ധ പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് കണ്ടപ്പോൾ മാർപ്പാപ്പ 3 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. നമ്പർ 1, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന കുടുംബങ്ങളുള്ള ഒരു സഭയാണ് സിറോ. എല്ലാ ദിവസവും കുടുംബങ്ങൾ മുട്ടുകുത്തി ജപമാല ചൊല്ലി വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് നമ്മുടേത്. ഞാൻ എൻ്റെ വീട്ടിലൊരു അനുഭവം പറയാണ്. ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ല. അപ്പോൾ കാലത്ത് തുടങ്ങി രാത്രി ആവണ വരെ പള്ളിയിൽ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അമ്മയോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കും, അമ്മ ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ടേ? അപ്പം അമ്മ പറയും, കർത്താവ് മരിച്ചു കിടക്കല്ലേ മോനെ, ഇന്ന് വേണ്ട. അമ്മയുടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മുട്ടുശാന്തി മറുപടിയാണ്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നിങ്ങൾ മറക്കരുത്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ സഭ വേരിച്ചീച്ചലിന്റെ രോഗത്തിലാണ്, നമ്മൾ നിലനിൽക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളുടെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. ആരോഗ്യമുണ്ടെങ്കിൽ അനുദിന ബലിക്ക് നമ്മൾ പോകും. നമ്മൾ ഞായറാഴ്ച ക്രിസ്ത്യാനികളല്ല. എല്ലാ ദിവസവും കുർബാന കാണാൻ കൊതിയോടുകൂടെ പോകുന്നവരാണ് നമ്മൾ. അനുദിന പ്രാർത്ഥന, അനുദിന ദിവ്യബലി. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും മിഷനിലേക്ക് പോകുന്ന ആളുകളാണ്. എത്രയോ സ്ഥലങ്ങളിലെ മിഷണറിമാരായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇന്ന് അൽഫോൻസമ്മയുടെ തിരുനാൾ ഇവിടെ കൊണ്ടാടുമ്പോഴും ഈ 3 കാര്യങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കും. ഒന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങൾ കുർബാനയോട് കാണിക്കുന്ന അടുപ്പത്തെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ, വൈദിക ദൈവവിളികൾ, സന്യസ്ത ദൈവവിളികൾ, അൽമായ ദൈവവിളികൾ ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് അച്ഛന്മാരും കന്യാസ്ത്രീകളും കുറയുന്നു എന്ന് വെച്ച് നമ്മൾ പേടിക്കേണ്ട. അച്ഛന്മാരും കന്യാസ്ത്രീകളും കുറയുന്നതിനോടൊപ്പം തന്നെ അൽമായര് അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട്. അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇനിയും കൂടുതൽ വേണം, ഉറപ്പായിട്ടും കൂടുതൽ വേണം. പക്ഷെ നമുക്ക് അൽഫോൻസമ്മയോട് പ്രാർത്ഥിക്കാം. ഞാൻ ഈ കുർബാന അർപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി,
നിങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ രൂപതകൾക്ക് വേണ്ടി. നമുക്ക് 35 രൂപതകളാണ്, 13 കേരളത്തിൽ, 18 കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് അകത്ത് 4 ഔട്ട്സൈഡ് ഇന്ത്യ. ഇപ്പോൾ ഒരു പുതിയ രൂപത നമുക്കിതാ ആരംഭിക്കാൻ പോകുന്നു ഗൾഫിൽ. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ മൂലം നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുടുംബ കൂട്ടായ്മകളും നമ്മുടെ ഇടവകകളും നമ്മുടെ സന്യാസമൂഹങ്ങളും വൈദികരെല്ലാം കൂടുതൽ അഭിഷിക്തരാകാൻ, ദൈവാനുഗ്രഹത്താൽ നിറയാൻ അൽഫോൻസമ്മയോട് പ്രാർത്ഥിക്കാം. സങ്കടങ്ങളും സംഘർഷങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം നിങ്ങൾക്ക് കോവണി കാണിക്കുന്നു ഇറങ്ങി വരാനായിട്ട്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിങ്ങളുടെ എല്ലാ സംഘർഷങ്ങളും നിങ്ങളുടെ മുൻപിൽ ദൈവം ഉയർത്തുന്നൊരു കോവണിയാണ്. അവിടത്തേക്ക് ഇറങ്ങി വരാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ, തൊട്ടനുഗ്രഹിക്കാൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിനെ ഓർത്തേക്കണം, നമ്മുടെ സഭയെ ഓർത്തേക്കണം, നമ്മുടെ രൂപതകളിലെ എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഓർത്തേക്കണം. ഞാൻ ഈ കുർബാന അർപ്പിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവം നിങ്ങളെ അൽഫോൻസമ്മ വഴി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ